അപ്പൊ ഇന്നലത്തെ അർജന്റീനയുടെ ഇംഗ്ലണ്ടിന്റെ കളി എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് വന്ന് അർജന്റീന അടിച്ച് തോപ്പിക്കുന്നു. പക്ഷെ ഇന്നലത്തെ അർജന്റീനയുടെ കളി നല്ല മിന്നും പ്രകടനമായിരുന്നു. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് എന്ന് പറയും. അതവിടെ നിൽക്കട്ടെ, ഫുട്ബോൾ കളിയിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈജിപ്തിന്റെ അർജന്റീനയുടെയും കളി കഴിഞ്ഞപ്പോഴത്തേക്കും ഈജിപ്തിന്റെ കോച്ച് പലസ്തീന്റെ കൊടിയും പൊക്കി പിടിച്ചപ്പോഴത്തേക്കും അർജന്റീന ഫാൻസ് വന്ന് ആ കമന്റ് ബോക്സിൽ പറഞ്ഞത്. അപ്പൊ ഇന്നലെ അർജന്റീനയുടെ കളിക്ക് ശേഷം നിങ്ങൾ കണ്ടത് എന്തായിരുന്നു? അതൊരു രാഷ്ട്രീയ നിലപാടിനെ പൊക്കി പിടിക്കലല്ലായിരുന്നു. ഇന്നലെ അവർ ഉയർത്തിയ ബാനർ ഉണ്ടല്ലോ, അതിലുണ്ട് രാഷ്ട്രീയം. അവർ പറയുന്നുണ്ട് രാഷ്ട്രീയം, അവരുടെ പ്രവൃത്തിയിലും ഉണ്ട് രാഷ്ട്രീയം. ഫിഫയുടെ റൂൾസ് പ്രകാരം രാഷ്ട്രീയ നിലപാടുകളോടുള്ള ബാനറുകൾ സ്റ്റേഡിയത്തിനകത്ത് കയറ്റാൻ ഒരു അനുവാദവും ഇല്ല. പക്ഷെ അർജന്റീന ആരാധകർ എങ്ങനെയാണോ അത് കയറ്റുന്നത്? അതെല്ലാം പോരാണ്ട് കളി കഴിഞ്ഞിട്ട് ആ ബാനറും പൊക്കി പിടിച്ച് അർജന്റീനിയൻ പ്ലേയേഴ്സും കൂടി നിന്ന് ആഘോഷിക്കുന്നു. ഫിഫയുടെ മറ്റൊരു റൂൾ അനുസരിച്ച് അങ്ങനെയുള്ള ബാനറുകളോ പ്ലക്കാർഡുകളോ പൊക്കി പിടിക്കുന്ന പ്ലേയേഴ്സിനെതിരെ നടപടി എടുക്കാം. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്ന നിമിഷം വരെയും ഒരു നടപടി ഫിഫ എടുത്തിട്ടില്ല. എന്തേ? ഫിഫ ബോർഡ് ടീം ആയതുകൊണ്ടാണോ? എടാ, ഞാനൊരു മെസ്സി ഹേറ്റർ അല്ല. പക്ഷെ മെസ്സിയും ടീമും ഇന്നലെ കാണിച്ചതുണ്ടല്ലോ, ഫുട്ബോളിനെ അങ്ങ് നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അർജന്റീന എന്നുള്ള രാജ്യത്തിനും ആ ടീമിനും എന്നും എതിരാ. എന്ന് പറഞ്ഞാൽ അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ പോലും കൊന്നൊടുക്കുന്ന ആ പിഴച്ചവന്മാർക്ക് വേണ്ടിയാ. ഐഷോ സ്പീഡിനോട് കാണിച്ചത് എല്ലാരും കണ്ടതല്ലേ? കറുത്തിരിക്കുന്നതിന്റെ പേരിൽ നീവ് സൂയി കിടക്കുന്നത്. ഇതിലൊക്കെ പറയുന്നതിൽ എവിടെയാണ് മനസാക്ഷി? പിന്നെ എന്തുകൊണ്ടാ ഫിഫ ഇവരെ പൊക്കി പിടിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവരെ പിറകിലുണ്ടേ കുറെ വമ്പന്മാര്, രാജാക്കന്മാര്. കരച്ചില് തുടരുമെന്നും പറഞ്ഞ് കമന്റിടാൻ വരുന്ന കമന്റുകളോട് ഒരു കാര്യം പറയാം. അർജന്റീനയ്ക്കും അവരുടെ ആരാധകർക്കും ആ ടീമിനും അവരുടെ രാഷ്ട്രീയം ഗ്രൗണ്ടിൽ കാണിക്കാമെങ്കിലുണ്ടല്ലോ, എനിക്ക് എന്റെ രാഷ്ട്രീയം ഇവിടെയും പറയാം. ഞാൻ ഇപ്പോഴും പറയാം, മെസ്സി എന്ന പ്ലെയറെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ അർജന്റീന എന്ന് പറഞ്ഞ രാജ്യത്തിനെയും ആ ടീമിനെയും ഞാൻ വെറുക്കുക. നീ വെറുത്താൻ ഞങ്ങൾക്ക് വെറും മൈര എന്ന് പറയാൻ വരുന്നവരോട് നീയൊക്കെ കമന്റ് ബോക്സിൽ വന്നതിന് തെറി പറഞ്ഞാലും എന്നെ അൺഫോളോ അടിച്ചാലും എനിക്കും വെറും മൈര. എന്റെ നിലപാട് എവിടെയാണെങ്കിലും ഞാൻ എന്ന് പറയും.